വൈക്കം മുഹമ്മദ് ബഷീർ മലയാള സാഹിത്യത്തിലെ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ ജനിച്ചു. കായി അബ്ദുൾ റഹ്മാൻ്റെയും കുഞ്ഞാത്തുമ്മയുടെയും 6 മക്കളിൽ മൂത്തവനാണ് ബഷീർ. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്നു ബഷീർ. ജനകീയനായ എഴുത്തുകാരൻ എന്നറിയപ്പെടുന്ന ബഷീറിന് 1982 ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും അദ്ദേഹത്തിന് ലഭിച്ചു. ഏത് സാധാരണക്കാർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ബഷീറിൻ്റെ രചനകൾ. വായനക്കാരെ തൻ്റെ തൂലികയിൽ ആകർഷിക്കാനും ബഷീർ കൃതികൾക്ക് സാധിച്ചു. രസകരവും സാഹസികവുമായിരുന്നു ബഷീറിൻ്റെ ജീവിതം. ബഷീർ തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുമായിരുന്നു. സ്കൂൾ പഠനകാലത്ത് 5ാം ക്ലാസ്സിൽ വെച്ച് ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. കാൽനടയായി എറണാകുളത്ത് ചെന്ന് കാളവണ്ടി കയറി കോഴിക്കോടെത്തിയ ബഷീർ സ്വാതന്ത്ര്യസമര രംഗത്തേക്ക് എടുത്തുചാടി. 1930 കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ബഷീർ ജയിലിലാവുകയും ചെയ്തു. പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘടനയുണ്ടാക്കി. തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനിയിലെഴുതിയ തീപ്പൊരി ലേഖനങ്ങളാണ് ബഷീറിൻ്റെ ആദ്യകാല കൃതികൾ. പ്രഭ എന്ന തൂലികാനാമത്തിലായിരുന്നു ബഷീർ തൻ്റെ എഴുത്തുകൾ ആരംഭിച്ചത്. അതിനുശേഷം കുറേ കാലം ഇന്ത്യ ഒട്ടാകെ അലയുകയും ജീവിക്കാൻ വേണ്ടി പാചകക്കാരനായും മാജിക്കുകാരനായും പലവിധ വേഷങ്ങൾ കെട്ടി. ഏകദേശം 9 വർഷത്തോളം നീണ്ട യാത്രയിൽ ബഷീർ പല ഭാഷകൾ പഠിക്കുകയും യാത്രകളിൽ കണ്ട ജീവിതാനുഭവങ്ങൾ ബഷീർ തൻ്റെ എഴുത്തുകളിലൂടെ വായനക്കാരിലേക്ക് എത്തിച്ചു. ബഷീർ ലോകം ചുറ്റി നടന്ന സമയത്തുള്ള ഒട്ടേറെ ജീവിത അനുഭവങ്ങൾ ബഷീറിൻ്റെ കൃതികളിൽ നമുക്ക് കാണാൻ സാധിക്കും. ജോലി അന്വേഷണത്തിൻ്റെ ഭാഗമായി പത്രാധിപരുടെ അടുത്തെത്തിയ ബഷീർ എന്ത് ജോലിയും ചെയ്യാമെന്ന് പറയുകയും നിവൃത്തിയില്ലാതെ കഥ എഴുതുകയും ചെയ്തു. ആ കഥയാണ് ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച തങ്കം. 1943 തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കഴിയുന്ന സമയത്താണ് ആദ്യ നോവലായ പ്രേമലേഖനം എഴുതിയത്. പിന്നീട് ബഷീറിൻ്റെ മതിലുകൾ എന്ന കൃതിയിൽ പ്രേമലേഖനത്തിൻ്റെ രചനയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ജയിൽ തടവുകാരെ രസിപ്പിക്കുന്നതിന് വേണ്ടിയും അദ്ദേഹം നിരവധി കഥകൾ എഴുതിയിട്ടുണ്ട്. ജയിൽ മോചിതനായ ശേഷം 1943 പ്രേമലേഖനം പ്രസിദ്ധീകരിച്ചത്. ബഷീർ കൃതികൾ ലളിതവും എന്നാൽ ശൈലികൾ നിറഞ്ഞതുമാണ്. ബഷീറിൻ്റെ രചനകൾ മറ്റു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുവാൻ പരിഭാഷകർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കി. എന്നിരുന്നാലും ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പൂപ്പയ്ക്കൊരാനയുണ്ടാർന്നു തുടങ്ങിയ നോവലുകൾ ഇന്ത്യയിലെ പ്രധാന ഭാഷകളിലെല്ലാം തർജ്ജമ ചെയ്തു പ്രസിദ്ധീകരിച്ചു. ഡോക്ടർ റൊണാൾഡ് ആഷറാണ് ബഷീർ രചനകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവൽ സിനിമയാക്കിയിട്ടുണ്ട്. മതിലുകളിൽ വൈക്കം മുഹമ്മദ് ബഷീറായി അഭിനയിച്ചത് നടൻ മമ്മൂട്ടിയാണ്. പുരസ്കാരങ്ങൾ 1982 ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ നൽകി ആദരിച്ചു. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, 1981 കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, 1987 കാലിക്കറ്റ് സർവകലാശാലയുടെ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം, 1987 സാംസ്കാരിക ദീപം അവാർഡ്, 1992 പ്രേം നസീർ അവാർഡും ലളിതാംബിക അന്തർജനം അവാർഡും ലഭിച്ചു. 1993 മുട്ടത്ത് വർക്കി അവാർഡും വള്ളത്തോൾ പുരസ്കാരവും ലഭിച്ചു. മലയാളിയെ തൻ്റെ എഴുത്തുകളിലൂടെ രസിപ്പിക്കാനും ചിന്തിപ്പിക്കുവാനും ബഷീറിന് കഴിഞ്ഞു. തൻ്റെ രചനകളിലൂടെ സാധാരണക്കാരൻ്റെ കഥ പറഞ്ഞ് ബഷീർ ജനങ്ങളിലേക്ക് അടുത്തു. തൻ്റെ ജീവിത അനുഭവങ്ങൾ ചിരിയിലൂടെ വായനക്കാരിലേക്ക് എത്തിക്കാൻ ബഷീർ ശ്രമിച്ചു.
നർമ്മവും വിമർശനവും കലർന്ന ശൈലിയിൽ ബഷീർ രചിച്ച ഓരോ കൃതികളും മലയാള ഭാഷയിലെ വിസ്മയങ്ങളായി മാറിക്കഴിഞ്ഞു. പ്രധാന കൃതികൾ: ബാല്യകാലസഖി, മതിലുകൾ, പാത്തുമ്മയുടെ ആട്, ആനവാരിയും പൊൻകുരിശും, ഭാർഗവീ നിലയം, വിശ്വവിഖ്യാതമായ മൂക്ക്, ശബ്ദങ്ങൾ, കഥാബീജം, പൂവൻപഴം, ഓർമ്മക്കുറിപ്പ്, അനർഘനിമിഷം, വിഡ്ഢികളുടെ സ്വർഗം, ചെവിയോർക്കുക, അന്തിമകാഹളം, സർപ്പയജ്ഞം എന്നിവയാണ്. കുടുംബം: വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ 50-ാമത്തെ വയസ്സിലായിരുന്നു സാഹിത്യകാരിയായിരുന്ന ഫാത്തിമ ബീവിയുമായുള്ള വിവാഹം. അനീസ്, ഷാഹിന എന്നീ 2 മക്കളും അവർക്കുണ്ട്. 1994 ജൂലൈ 5 കോഴിക്കോട് ബേപ്പൂരിൽ വെച്ച് ബഷീർ മരണമടഞ്ഞു. മരിക്കുന്നതിന് മുമ്പ് ബഷീറുമായുള്ള 36 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഇടയിൽ നടന്ന അനുഭവങ്ങൾ ബഷീറിൻ്റെ ഭാര്യ ഫാത്തിമ ബഷീറിൻ്റെ എടിയെ എന്ന പുസ്തകത്തിലൂടെ പറഞ്ഞിരുന്നു. നന്ദി.